Hi everybody, this is Shweta My name is Inder and welcome to our channel. It's time for Dominic and the Ladies Purse. अगला सीन है ये Yeah. देखते हैं. ഇത് വിഷമടിക്കപ്പം എല്ലാം ഒന്നാം തരം പച്ചക്കറി പലവ്യഞ്ജനമാ അല്ലേന്ന് ഞാൻ നോക്കാം. ഞാൻ ഇവിടുന്ന് ഒരുപാട് ഫുഡ് കഴിക്കുന്നില്ല. Thank you. അല്ല രാവിലെ എന്താ വിളിച്ചേ? ഹോസ്പിറ്റലിൽ പോവാൻ. അതിന് നിന്നെ വല്ലതും വിളിച്ചാ കിട്ടുമോ? ഓ അതിനായിരുന്നു. എടാ ഈ ടാപ്പ് ഒന്ന് നോക്ക്, ലീക്ക. മിസ്സസ് മാധുരി, നിങ്ങൾക്ക് അതിന് വല്ല പ്ലംബേഴ്സിനെ വിളിച്ചൂടെ? സർവീസിലുണ്ടായിരുന്ന ഞാനിപ്പോ DYSP ആണ്. വാടക കുറച്ച് ലേറ്റ് ആയെന്ന് വെച്ചിട്ട് 1 മണി. വാടകയില്ലേലും പോട്ടെ, നീ ആ വീടെങ്കിലും വൃത്തിയായി സൂക്ഷിക്കും. അത് ഞങ്ങളുടെ ഡിറ്റക്റ്റീവ്സിന്റെ ഒരു ആംബിയൻസാ. അവന്റെ ഒരു ആംബിയൻസ്. എടാ ഡൊമിനിക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? പേഴ്സിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കണം. പ്ലീസ്. മിസ്സസ് മാധുരി, ഇമാതിരി ചെയ്യൽ കേസൊന്നും അന്വേഷിക്കലല്ല എന്റെ ജോലി. എടാ നിന്റെ ലാസ്റ്റ് കേസ് ഏതോ കല്യാണ ചെക്കനിന്റെ അവിഹിതമല്ലായിരുന്നോടാ? Oh. അതിന് കൊലക്കേസും മാൻമേസിംഗും ഒക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് തരണ്ടേ? നല്ല അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള എന്താണ് ഇടപ്പൾ കൊലക്കേസിൽ 24 മണിക്കൂറിന് ശേഷം അറസ്റ്റ്. കൊല്ലപ്പെട്ട ആര്യയുടെ ഭർത്താവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെയായിരുന്നു സോവാസ്തിയിൽ വെച്ച് ആര്യ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സുധീഷ് ചേരുന്നു. നിമിഷം നാം ഇവിടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾക്കാണ് കേരളം സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് പ്രശസ്ത സീരിയൽ താരം ആര്യയാണ്. എന്തൊക്കെ വാർത്തകളാണ്? അയാളല്ല പ്രതി. ആ സ്ത്രീക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ, സുഹൃത്ത് അല്ലെങ്കിൽ രഹസ്യ കാമുകൻ. How do you know? Wait and see. ഒന്നല്ലോ, ഇതാണ് പുതിയ വാട്സ്ആപ്പ്. ഹൗസ് ഓണർ മിസ്സസ് മാധുരി. ഹലോ. ഇവനെങ്കിലും നീ മര്യാദക്ക് സാലറി കൊടുക്കണം കേട്ടോ. ഓക്കെ സർ, ഒരു ഹാഫ് ഡേ ലീവ് ആണ്. എന്നിട്ട് ഒരു ദിവസം തോന്നില്ല, അതിന് മുമ്പ് ലീവോ? ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ അതോ? എന്നിട്ട് Okay. ജോയിൻ ചെയ്തേ ഉള്ളൂ. ഈ രാത്രി നമ്മളിൽ ഉന്മാദം നിറയും തിരകളിലൊഴുകും ഒരു പുതിയ രസം. ഈ സമയം എന്നാൽ നമുക്കിനി ഒന്നിച്ചു പാടാം. ഉല്ലസിച്ചാടാം. പുതുതലമുറ പാടുന്ന പാട്ടിന്റെ മനസ്സത്ത് കഴിഞ്ഞാളിടാത്തൊരു കുതിരയെ പോലെ ഇലവുകളരികിൽ നിരനിരയായി വന്നണയും ഈ വാനര സംഘം. നമ്മളിൽ ഇനിയില്ലൊരു ശങ്ക, അന്തമില്ലാത്ത ജീവിതം എന്തു സുഖം. മുട്ടി നിൽക്കാൻ തുണയുണ്ട് വള ചട്ടക്കൂട് പൊടിച്ചിട്ട് വള. എന്റെ പട്ടണത്തിൽ ഞാൻ തന്നെ താതാ, എന്റെ കയ്യിലുണ്ട് കൊക്കക്കോള. ജീവിതം എനിക്കൊരു വരം, ദിനം പ്രതി പടരുന്ന ഹരം. പറക്കണെ തുടിക്കുന്ന മരം, ഇനി തുടങ്ങട്ടെ പുതിയൊരു ദിനം. ജീവിതം എനിക്കൊരു വരം, ദിനം പ്രതി പടരുന്ന ഹരം. തുടങ്ങട്ടെ പുതിയൊരു ദിനം. ഇതുമൊരു തീക്കളം, ഭൂമി കറങ്ങണ പമ്പരം, അതിൽ പകുതി ചിരിപ്പിന് നൊമ്പരം. കഥ പറയും സാക്ഷിയാകുണീ ജീവിതമൊരു ഭാഗത്ത്, അതിൽ ചിരികളനവധി കള്ളവും. മുന്നിൽ ചോദ്യമൊരായിരം, അതിൽ തനി തിരയണ ഉത്തരം. He's gonna dance?
Come on. Oh, oh. Aha, aha, aha. Hi, shot. സർ ബാക്കി പാട് ഇതുമൊരു തീക്കളം പരത്തൊരുതി പതറിയ പോർക്കളം ഭൂമി കറങ്ങണ പമ്പരം പകുതി ചിരിക്കിഞ്ഞ നൊമ്പരം നഗരം വലയെറിയും കുടുങ്ങാതെ നീ ഇരുളും കഥ പറയും സാക്ഷിയാകു നീ ജീവിതമൊരു സാഹസം അതിൽ തനിയെ തിരയണം ഉത്തരം Oh. अभी आ रहा है डायरेक्टर भाई. ഇടപെടൽ കൊലക്കേസിൽ വീണ്ടും വഴിത്തിരിവ്. കൊലപാതകി യുവതിയുടെ ആൺസുഹൃത്ത്. ഇയാൾ കുറ്റം हाँ उसने पहली वीडियो कर दिया था. സമ്മതിച്ചിരിക്കുന്ന യുവതിയുടെ ഭർത്താവ് നിരപരാധിയെന്ന് പോലീസ്. Wow. Not bad, Dominic. ഒബ്സർവേഷൻ നോ കോൺസെൻട്രേഷൻ സില്ലി ഫെലോസ് കൊള്ളാവുന്ന വരുത്താൻ പോലും ഇപ്പൊ ഇല്ല കോഴ്സിൽ മാതിരി പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊല്ലം മുമ്പ് കട്ടപ്പന ഇന്നൊരു കൊലപാതകം ഡോഗ് സ്ക്വാഡ് വരുന്നതിന് മുമ്പ് ഞാൻ എടാ ഡൊമിനിക്, നീ എത്ര മെടുക്കണല്ലേ? ഈ പേഴ്സന്റെ ഓണർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് ഇതുവരെ വിട്ടില്ലേ? ഇല്ല. എടാ ഞാൻ പറഞ്ഞില്ലേ, 4-5 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാ. ഉള്ളിൽ കുറച്ച് ക്യാഷും ഒരു മാലയും ഉണ്ടായിരുന്നു. പക്ഷെ ഓണറുടെ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നുമില്ല. ഞാൻ ആദ്യം ആ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ പോയി. കുറെ അനൗൺസ് ചെയ്തിട്ടും ആരും വന്നില്ല. പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പോയി. നിങ്ങൾക്ക് പൊതുക്കേസ് അന്വേഷിക്കാൻ സമയമില്ല. പിന്നെയാണ് നിങ്ങളുടെ ഒരു അഡ്രസ് ഇല്ലാത്ത ഗ്യാസ് അന്വേഷിക്കുന്നത്. ശരി, പോവാം. ആ മാലയും പണവും എല്ലാം കൂടി എടുത്ത് ഏതെങ്കിലും അമ്പലത്തിന്റെ പള്ളിയുടെ നേർച്ച ഒരു തോന്നൽ. നീ വിചാരിച്ചാൽ ഇത് അതിന്റെ ഓണറിനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അതെനിക്ക് നിഷ്പ്രയാസം സാധിക്കും. പക്ഷെ ഞാൻ ചെയ്യൂല. ഞാൻ ഈ പേഴ്സ് എന്റെ ഒറിജിനൽ ഓണറിന്റെ തപ്പി പിടിച്ചുകൊണ്ടേ കൊടുക്കുന്നതായിരിക്കും. അയാൾ എനിക്ക് ഫീസ് തരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? വെമ്പടി ഇല്ലാത്ത ഒരു ജോലിക്കും ഡൊമിനിക് കിട്ടില്ല. നമ്മളില്ലേ? നീ എനിക്കിപ്പോ എത്ര മാസത്തെ വാടക തരാനുണ്ട്? അതൊരു 2 മാസത്തെ വാടക. ഈ മാസം കൂടി കൂട്ടി 4 മാസമായി. വാടക തരാന്ന് ഞാനും പോകുന്നില്ല. നീ എവിടെ വേണമെങ്കിലും പോ. അങ്ങനെയൊന്നുമില്ല. വാടക മുഴുവൻ തീർന്നു തരാതെ ഡൊമിനിക് ഈ വീട് വിട്ടാ ഈ പർസ് ആരുടെയാണെന്ന് നീ കണ്ടുപിടിച്ചാൽ ആ വാടക നീ എനിക്ക് തരണ്ട. ശരിക്കും ഉറപ്പ്. ആദ്യമായിട്ട് കിട്ടുന്ന കേസ്. ദൈവത്തെ ഓർത്ത് लेडीज पर्स अभी आए क्या कनेक्टेड है वो देखना. മാത്രമേ എനിക്ക് ആവശ്യമില്ലാത്ത ഐഡിയ
Ooh. Password protected. ഹായ് സർ. സർ, ഈ അമ്മച്ചിയുടെ മക്കളൊക്കെ എവിടെ? ഓ, ഒരു മോനേ ഉള്ളൂ, വിവേക്. 10 വർഷം മുമ്പ് കപ്പൽ മുങ്ങി അങ്ങനെ കാണാതായതാ. ഓ, അവനിപ്പോഴും തിരിച്ചുവിടാൻ പറഞ്ഞ് കാത്തിരിക്കാന്ന് വെച്ചു. സർ, ഇത് HDBI ബാങ്ക് അക്കൗണ്ട് പേപ്പറാണ്. പേരും ഡീറ്റെയിൽസ് ഒന്നുമില്ല, പക്ഷെ ലോൺ നമ്പർ ഉണ്ട്. ഒരു പഴയ ഫ്രണ്ട്, ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. എപ്പോഴും വിളിക്കുന്നില്ല എന്നുള്ള പരാതി. കംപ്ലീറ്റ് റിപ്പോർട്ട് ഇടണം. സർ, അരമണിക്കൂറിനാ തരാം സർ. അരമണിക്കൂറിനാ തരാം സർ. അരെ ബാബാ, അരെ ബാബാ. നാളെ ഉച്ചയ്ക്ക് കിട്ടിയാൽ മതി. ഹലോ മിസ്റ്റർ സക്രിയ, who are you? What can I do for you? he's smart, huh? Yes, Mr. Sakaria, tell me. Sir, that loan account belongs to one Pooja living there. Phone some details and address and WhatsApp ചെയ്തിട്ടുണ്ട്. Okay, thank you. Appreciate it. See you soon. വേണം. നിനക്ക് ഇതെപ്പോഴും കിട്ടി? ഇത് പൂജയുടെ പേഴ്സ് തന്നെയാ? എന്നാ പൂജ ഒന്ന് വിളിച്ചാട്ടെ, കൈയോടെ ഞാൻ കൊടുത്തേക്കാം. അഡ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. സാധാരണ ഞങ്ങളിത് ഇതിനൊക്കെ ചാർജ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് ഫ്രീയാ. ഇതാ ഞങ്ങളുടെ കാർഡ്. ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ്. കടവന്തറിലൊക്കെ ഞങ്ങൾ നല്ല ഫേമസ് ആണ്. പൂജ ഇവിടെ ഇല്ല. പിന്നെ ഓഫീസിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാം. ഷീസ് മിസ്സിംഗ്. 4 ദിവസമായി കാണാതായിട്ട്. 10-ാം തീയതി രാവിലെ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പൂജയുടെ അമ്മ പാലക്കാടിൽ നിന്ന് വന്നിരുന്നു. അന്ന് എന്നെ പോലീസ് കംപ്ലൈന്റ്. മൈ നെയിം ഇസ് ജാൻസി. നമ്മൾ 3 പേരാണ് ഇവിടെ താമസം. പൂജയ്ക്ക് ആരുമായിട്ടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? നീ ആ പയ്യനുമായിട്ട് എവിടെയെങ്കിലും? ഒരു 2 വർഷം മുമ്പ് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ ഒരു സ്റ്റോക്കർ ഉണ്ടായിരുന്നു, ആൽബി കുറെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തപ്പോഴാണ് ശരിയായത്, ഒതുങ്ങിയത്. ആക്ച്വലി സർ, ആൽബി ലാസ്റ്റ് വീക്ക് ഇവിടെ വന്നിരുന്നു. കുടിച്ചിട്ടാണ് വന്നത്. പൂജനെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. May I take some pictures, please? Yes, sir. ഇപ്പൊ ഷോർട്ടാണോ? Yes, yes. എന്റെ തലേ ദിവസമോ മറ്റോ പൂജയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നോ? കാണാതാവുന്ന തലേ ദിവസം ഷി വാസ് വെരി റെസ്റ്റ്ലെസ്. അവൾ അവളുടെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണാൻ എവിടെയോ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അവർ തമ്മിൽ കണ്ടിട്ട് ഒരു 2 വർഷം ആയെന്ന് തോന്നുന്നു. ഈ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം, അഡ്രസ്സോ പേരോ? പേര് കാർത്തിക്. അവന് അഡ്രസ്സും മറ്റും കൊടുത്തത് ഫേക്ക് ആയിരുന്നു. ഐ നോ ദിസ് ബിക്കോസ് ഒരു 2 വർഷം മുമ്പ് ഒരിക്കൽ ഷീസ് ഗോൺ ടു എൻക്വയർ അബൌട്ട് ഹിം. പക്ഷെ അത് അവന്റെ സ്ഥലമേ ആയിരുന്നില്ല.
वाओ। भाई अभी मूवी घूम गई पूरी। बट वो देखा इतना अच्छा पार्टी एंड ऑल, बट नाउ इट्स टोटली एक चेंज। पर्स से कुछ अलग ही केस मिल गया एंड उसने न्यूज में देख के पहले फिगर आउट कर लिया था कि किसने मर्डर किया है क्या। ही इज गुड विद इट, स्मार्ट विद हिज स्किल्स बट नाउ विद दिस ही गॉट, इसको कुछ तो बड़ा केस में बोलता ना घुस जाएगा अंदर लग रहा घुस जाएगा वो। वही अभी एंड इंटरेस्टिंग ही इज वेरी गुड विद दैट, इट्स यू अ नो। मलयालम मूवी, ट्विस्ट तो होने ही वाला है, so we are waiting for that twist. सीधी सी बात है। So let's wait for more guys. Meanwhile, take care. Bye bye.